നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവിയൽ ഇഷ്ടമുള്ള കളി ചെസ് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഗ്രേപ്സ് മുന്തിരി. വെരി ഗുഡ്. അപ്പോ മത്സരത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിദ്ധാർത്ഥൻ സാറാണ്. സാറിന്റെ വാലന്റൈൻ ഡേ ഇഷ്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ആളിനോട് സംസാരിക്കാം. എന്താണ് സാർ ആളുടെ പേര്? ദേവിക. ഓ, ദേവിക മാഡത്തിന്റെ നമ്പർ തരാമോ? ആ, പിന്നെന്താ, ഡയൽ ചെയ്തോളൂ. ഹലോ, ദേവിക മാഡം അല്ലേ? അതെല്ലോ. ഇത് സൂര്യ FM എന്നാണേ. ആ, പറയൂ. മാഡത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ധാർത്ഥൻ സാറ് മാഡത്തിന്റെ 5 ഇഷ്ടങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോന്നറിയാൻ അതേ ചോദ്യങ്ങൾ ഞങ്ങൾ മാഡത്തോടും ചോദിക്കുകയാണ്. 5 ഉത്തരങ്ങളും ശരിയാണെങ്കിൽ ഈ വാലന്റൈൻസ് ഡേ പെയറായി ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കും. റെഡിയാണോ? ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. മാഡത്തിന് ഇഷ്ടമുള്ള നിറം ഏതാണ്? വൈറ്റ്. ഈ ഉത്തരം തന്നെയാണ് സാറും പറഞ്ഞത്. ആണോ? പക്ഷെ സിദ്ധുവിന് എങ്ങനെ അറിയാം എനിക്കിഷ്ടപ്പെട്ട നിറം വൈറ്റ് ആണെന്ന്? അതാണ് മാഡം, ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇഷ്ടപ്പെട്ട പൂവ്? അതൊരു റെയർ പൂവാണ്. ഇത്തവണ സിദ്ധുവിന് ഉത്തരം തെറ്റാനാണ് സാധ്യത. പവിഴമല്ലി. ഓ, അതാ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്. മാഡം ഇത്തവണയും മാഡത്തെ ഞെട്ടിച്ചിരിക്കുക. സിദ്ധു സാറും ഇത് തന്നെയാ പറഞ്ഞത്. ഷടാ, ഇത് അത്ഭുതമാണല്ലോ. ഇഷ്ടമുള്ള കറി ഏതാണ്? ഞാൻ കൂടുതലും വെജാ പ്രിഫർ ചെയ്യാം. ആവിയിൽ വേവിച്ചെടുത്ത അവിയൽ, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി. ഒരു രക്ഷയില്ല മാഡം, ഇവിടെയും സിദ്ധാർത്ഥൻ സാർ തന്നെയാ ജയിച്ചിരിക്കുന്നത്. ഇനി 2 ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ ഉത്തരം കൂടി ശരിയായ ഇന്നത്തെ ദിവസം നിങ്ങളുടേതായി മാറും. ഇഷ്ടമുള്ള കളി? ഇഷ്ടമുള്ളത് മാത്രമല്ല, ഞാൻ കളിക്കുന്നതും അതേ കളിയാ. അത് വേറൊന്നുമല്ല, വിശ്വനാഥൻ ആനന്ദിന്റെ ചെസ്സാണ് ആ കളി. മാഡം, ഞങ്ങൾ ഇത്രയും നേരം പലരുടെയും അടുത്ത് പോയി. പക്ഷേ 4 ഉത്തരങ്ങളും ശരിയാക്കിയ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം നിങ്ങൾ പെർഫെക്റ്റ് മാച്ച് ആണെന്നാ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മാഡത്തിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്? മുന്തിരി. ഗ്രേപ്സ്, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. Then സിദ്ധു സർ won the game. ഈ ദിവസം നിങ്ങളുടെ ദിവസമാണ്. You are the perfect Valentine pair. Thank you, madam. Thank you so much. ഇന്നത്തെ ദിവസം ഇങ്ങനൊരാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചില്ല. ഇത് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. സർ, ഇനി പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഈ വാലന്റൈൻസ് ഡേയില് 2 വാക്കുകൾ പറയാമോ സർ? ഹൃദയം കൊണ്ട് പ്രണയിക്കുക. ഇഷ്ടപ്പെടുന്ന ആളിന്റെ ഹൃദയമായി മാറുക. ഒരാളുടെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തെ തൊടുമ്പോൾ മാത്രമേ അത് കാലത്തെ അതിജീവിക്കൂ. സ്നേഹത്തിലേക്ക് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. പാർട്ട്ണറോട് ആത്മാർത്ഥതയുള്ളവരായി മാറുക, സത്യസന്ധരായിട്ട് പെരുമാറുക. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ദിന ആശംസകൾ.
ഹാപ്പി വാലന്റൈൻസ് ഡേ. സെയിം ടു യു. നീ ദേവികയും സിദ്ധുനെയും കണ്ടുപിടിക്കും. അതാണ് മോളെ സ്നേഹം എന്ന് പറയുന്നത്. ദേവികയുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ദേവികയുടെ സകല ഇഷ്ടങ്ങളും സിദ്ധുവിനറിയാം. അല്ലെങ്കിലും ദേവിക ഒരു പ്രത്യേക ജന്മമല്ലേ? അല്ലേന്നൊന്ന് ഓർത്ത് നോക്കി. ഇന്നത്തെ കാലത്ത് ഭർത്താവ് വിട്ടുകൊടുത്ത താലി ഊരാതെ ഭർത്താവിന്റെ മരണശേഷം ജീവിക്കുന്ന ആരുണ്ട് നമ്മുടെ നാട്ടില്? അത് ശരിയാ.